ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ട്രാപ്പും അതേപോലെ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെയും പൈപ്പ് സെറ്റിംഗ് ആണ്. അത് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതേപോലെ നമുക്കൊരു വാഷ് ബേസിനും വരുന്നുണ്ട്, അതിൻ്റെ ലൈനും നമുക്കതിൻ്റെ ടോപ്പിൽ കൂടെ തന്നെ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതാണ് നമ്മുടെ ഏരിയ. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു കോമൺ ബാത്റൂമാണ്. ഇതിൻ്റെ അകത്താണ് നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റിൻ്റെയും അതേപോലെ ട്രാപ്പും പിന്നെ ഒരു കോർണർ വാഷ് ബേസിൻ്റെ ഇതും കൊടുക്കാൻ നമ്മളിതിൻ്റെ ടോപ്പിൽ കൂടെ തന്നെയാണ് ഇടുന്നത്. നമ്മളെടുത്തേക്കുന്ന 4 ഇഞ്ച് പൈപ്പ് 4 kg ഗുഡ്വില്ലിൻ്റെ 4 kg പൈപ്പും അതേപോലെ ട്രാപ്പിലുള്ളത് നമ്മൾ 1.5 ഇഞ്ചിൻ്റെയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. 4 ഇഞ്ച് നമ്മൾ 2 എൽബോ വെച്ച് നമ്മൾ ഒട്ടിച്ച് വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഓൾറെഡി തന്നെ മേശരിമാർ നമുക്കവിടെ ഹോൾ ഇട്ട് വെച്ചത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇടിച്ച് പൊട്ടിക്കേണ്ട വന്നില്ല. അതുകൊണ്ട് ആ ഹോളിൽ കൂടെ തന്നെ നമ്മൾ ഇറക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഗുഡ്വില്ലിൻ്റെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ ട്രഫോയുടെ ഫിറ്റിങ്സുമാണ് ഉപയോഗിക്കുന്നത്. എൽബോ എല്ലാം അത് തന്നെയാണ്. പിന്നെ ട്രാപ്പ് നമ്മൾ ഈ ഏരിയയിലാണ് വെക്കുന്നത്, കാരണം സ്ലോപ്പ് ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടത്. അപ്പം ഈ സൈഡാണ് ഡോർ വരുന്നത്. ആ ഡോറിൻ്റെ ഇടത് സൈഡ് തന്നെയാണ് വാഷ് ബേസിനും വരുന്നത്. അപ്പം നമ്മൾ ട്രാപ്പ് ഇവിടെ വെച്ചു. ഈ ട്രാപ്പിൻ്റെ അകത്താണ് 1.5 കയറേണ്ടത്. അങ്ങനെ നമ്മൾ ട്രാപ്പ് ഒട്ടിച്ച് വെച്ച് സീറ്റിംഗ് ആക്കി അതേപോലെ കോൺക്രീറ്റിൻ്റെ അകത്ത് നിർത്തിയിട്ടുണ്ട്. ട്രാപ്പിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് നമ്മൾ ഒരു 45 ഇട്ട് 45 ഇട്ട് തിരിച്ച് വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ആ സൈഡെല്ലാം നമ്മൾ കോൺക്രീറ്റ് ഇട്ട് അതേപോലെ സൈഡും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പൈപ്പ് വെക്കുന്നതിന് തൊട്ട് മുമ്പേ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷമാണ്, തറയിൽ കൂടെ ഗ്രൗട്ട് ഒഴിച്ച് ഫില്ല് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടേക്കുന്നത്. 4 ഇഞ്ച് പൈപ്പ് വെച്ചേക്കുന്നത്, അതായത് ക്ലോസറ്റിൻ്റെ അളവ് ഭിത്തിയിൽ നിന്ന് ടൈലൊട്ടിക്കുന്നതിന് മുമ്പ് ഭിത്തിയിൽ നിന്ന് 9 ഇഞ്ച്, അതായത് 9 ഇഞ്ച് 22.5 9 ഇഞ്ചാണ് നമ്മൾ തള്ളൽ വെച്ചേക്കുന്നത്. കാരണം ഇതിൻ്റെ അത് സൈഫോണിക്കോ അല്ലെങ്കിൽ സിംഗിൾ പെഡസ്റ്റലായിട്ടുള്ള ക്ലോസറ്റുകളോ അല്ലെങ്കിൽ നോർമൽ യൂറോപ്പിനോ നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഒരെണ്ണം വരുന്നത് നേരെ വരുന്നത് വാഷ് ബേസിൻ്റെ ലൈനാണ്. വാഷ് ബേസിൻ്റെ നമ്മൾ ഇതേപോലെ ഒരു 45 മേളിൽ ഇട്ട് കുത്തിനെ നിർത്തിയിട്ടുണ്ട്. അതായത് വേസ്റ്റ് പൈപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 45 ഇട്ടിട്ടുണ്ട്. തൊട്ട് താഴെ എൽബോ ഇട്ടിട്ടാണ് 1.5 ഇഞ്ച് പൈപ്പ് വരുന്നത്. ഇത്രയും നമ്മൾ ലെവൽ നോക്കി കട്ട പീസ് കയറ്റിയിട്ടാണ് വെച്ചേക്കുന്നത്. അതായത് ടോട്ടൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് സ്ലോപ്പാണ് വെച്ചേക്കുന്നത്. വലിയ സ്ലോപ്പൊന്നും കൊടുത്തിട്ടില്ല, കാരണം അത്രയും ദൂരം ഉള്ളത് കൊണ്ടാണ് 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് ഇട്ട് നമ്മൾ 45 ആണ് 1.5 ഇഞ്ചിൻ്റെ 2 45 ഇട്ടിട്ടാണ് തിരിച്ചേക്കുന്നത്. ബെൻഡിന് വരെ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന എല്ലാം 45 ആണ്. അങ്ങനെ ഈ സൈഡ് ഫുള്ള് നമ്മൾ കോൺക്രീറ്റ് ഇടുകയാണ്. കോൺക്രീറ്റ് ഇട്ട് നമ്മൾ കവർ ചെയ്യുന്നത്, നമ്മുടെ പൈപ്പ് നമ്മൾ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്ത് കോൺക്രീറ്റ് വീഴാനുള്ളതാണ്. കാരണം 4 ഇഞ്ച് 5 ഇഞ്ചോളം കോൺക്രീറ്റ് വീഴും. അങ്ങനെ 5 ഇഞ്ചോളം കോൺക്രീറ്റ് വീഴും. പിന്നെ ടൈലുകാനോ പൊടിക്കാനോ എല്ലാം കൂടെ ഒരു 7 ഇഞ്ചോളം ഈ തറ പൊങ്ങാനുണ്ട്. ഈ തറ ചെയ്ത സമയത്ത്, അതായത് ബാത്റൂം ഇത് കെട്ടിയ സമയത്ത് തന്നെ അതിന് ഒരു താഴ്ച ഇടേണ്ടത് കാര്യമായിരുന്നു. പക്ഷേ ഇത് ഒറ്റ ലെവലിന് തന്നെ കോൺക്രീറ്റിങ് പോയതുകൊണ്ടാണ് ഇത്രയും പൊക്കം വരുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ കറക്റ്റ് തറ ലെവൽ നമുക്ക് കിട്ടിയേനെ. നമ്മൾ 1.5 ഇഞ്ച് വാഷ് ബേസിൻ്റെ സൈഡിൽ വെച്ച പൈപ്പുകൾ നമ്മൾ ചാന്ത് വെച്ച് നല്ലോണം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള സൈഡ് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കുത്തി ഇറക്കി സ്ലോപ്പിനനുസരിച്ച് തന്നെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലെല്ലാം നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.